And next, we are going to start another topic, financial management. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു പെർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഓണ്ടർപ്രണർ എന്തെല്ലാം ഡിസിഷൻസ് ടേക്ക് ഓവർ ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇങ്ങനെയല്ല, മീൻസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം വേണം അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ വിച്ച് അസറ്റ് ടു ബൈ, ഏതെല്ലാം അസറ്റുകളാണ് വാങ്ങേണ്ടത്, ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ഡേ ടു ഡേ ആസ്പെക്ട്സ് ഡീൽ ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്, ഡിസൈഡ് ദ സോഴ്സസ് ഓഫ് ഫണ്ട്, ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയും അതേപോലെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയുള്ള ഫണ്ടുകളും ഏതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡിസിഷൻസ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓരോ ഓൺട്രപ്രണർ ടേക്ക് ഓവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫണ്ട് റിക്വയർമെൻറ്റ് ഈസ് എസെൻഷ്യൽ. സോ വി ഷുഡ് manage our financial aspects. So what is financial management? It is a managerial activity. It is concerned with the planning and the controlling of the firm's financial resources. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ആക്ടിവിറ്റിനെയാണ് എൻ്റെയർ മാനേജിയൽ ആക്ടിവിറ്റിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In the words of Weston and Brigham, financial management is an area of financial decision making, harmonizing individual motives and enterprise goals. നമ്മൾ പറഞ്ഞു ഫിനാൻസിൽ അല്ലെങ്കിൽ ഫണ്ടിനെ മാനേജ് ചെയ്യുക എന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് മാനേജ് ചെയ്യുമ്പോൾ വി ഷുഡ് ഹാർമണൈസ് ഏതൊക്കെ ഇൻഡിവിജ്വൽ മോട്ടീവ്സും അതേപോലെ തന്നെ എൻ്റർപ്രൈസ് ഗോളുകളും ഹാർമണൈസ് ചെയ്തുകൊണ്ടും പോവേണ്ടതുണ്ട്. ദെൻ അപ്രോച്ചസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, അതേപോലെ മോഡേൺ അപ്രോച്ച് ഉണ്ട്. ദ ട്രഡീഷണൽ അപ്രോച്ചിൽ ഓൺലി ഫോക്കസ് ഓൺ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് എങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നു, ഏതെല്ലാം വേസിലാണ് ഫണ്ട് നമുക്ക് കിട്ടുക, അതായത് സോഴ്സസ് ഓഫ് ഫണ്ട് എന്നൊരു കോൺസെപ്റ്റ് മാത്രമായിരുന്നു ട്രഡീഷണൽ വേയിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഫണ്ട് അവൈലബിൾ ആകുന്നു, ഇപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഏതെല്ലാം സോഴ്സുകളാണ് എന്ന് മാത്രമായിരുന്നു ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മോഡേൺ അപ്രോച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് മാത്രം പോരാ, ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഈസ് എസെൻഷ്യൽ എന്ന കോൺസെപ്റ്റും കൂടിയാണെന്ത് മോഡേൺ ഫോക്കസ് ചെയ്യുന്നത്. ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ദ ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു, ദറ്റ് ഈസ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമ്മൾ പറഞ്ഞു പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് ഫണ്ട് കിട്ടുന്നത്. നമുക്ക് പല സോഴ്സുകൾ, ഇക്വിറ്റി ആവാം, ഡിബഞ്ചർ ആവാം, ബാങ്ക് ഫണ്ട് ആവാം, പല സോഴ്സുകളിൽ നമുക്ക് ഫണ്ട് കണ്ടെത്താം. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്ത ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഏതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ദ നെക്സ്റ്റ്, ഫിനാൻസ് ഫങ്ഷൻസ് ഓർ ഫിനാൻസ് ഡിസിഷൻ ഓർ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഹെഡിങ് ഒന്നുകൂടെ നോക്കുക, ഫിനാൻസ് ഫങ്ഷൻസ്, ഫിനാൻസ് ഡിസിഷൻ ഓർ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഫിനാൻസ് ഫങ്ഷനിലെ ഫസ്റ്റ് വൺ ആണ് ലോങ് ടൈം ഫങ്ഷൻസ് അല്ലെങ്കിൽ ലോങ് ടൈം ഡിസിഷൻസ്. ഈ ലോങ് ടൈം ഡിസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് വൺ ആണ് ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇങ്ങനെ 3 ഡിസിഷൻസാണ് ലോങ് ടൈം ഫങ്ഷൻസ് അല്ലെങ്കിൽ ലോങ് ടൈം ഡിസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു 3 ഡിസിഷനാണ് എൻറ്റയർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻസിങ് ഡിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്വയറിങ് ദ ഒപ്റ്റിമം ഫിനാൻസ്, നമ്മൾ ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്തുന്നത്. ഫിനാൻസിങ് അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, അതായത് ലിവറേജ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് ഒപ്റ്റിമം ഫിനാൻസ് എങ്ങനെ അക്വയർ ചെയ്യുന്നു എന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ലോങ് ടൈം സോഴ്സുകൾ ഉണ്ടാവാം, ഷോർട്ട് ടൈം സോഴ്സുകളൊക്കെ ഉണ്ടാവാം.
രണ്ടാമത്തെ ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമ്മളിങ്ങനെ അക്വയർ ചെയ്ത് ഫിനാൻസിങ് ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മൾ പല സോഴ്സുകളിൽ നിന്ന് ഫണ്ട് അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അക്വയർ ചെയ്ത ഫണ്ട് എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഏർണിങ്സ് കൊണ്ടുവരാമെന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സെലക്ഷൻ ഓഫ് അസറ്റ്സ് ഇൻ വിച്ച് ഫണ്ട് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ എ ഫേംസ്. ഒരു ഫേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഫേം അസറ്റുകളിലാണ് ഫേം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ. അത് നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിറ്റർമിനേഷൻ ആസ് ടു ഹൗ മച്ച് ആൻഡ് ഹൗ ഫ്രീക്വൻറ്റ്ലി ക്യാഷ് ക്യാൻ ബി പെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ഫണ്ട് അക്വയർ ചെയ്തു, അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എന്താണ് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് അറൈവ് ചെയ്യും. ആ ഏർണിങ്സ് എന്ത് ചെയ്യണം എന്ന ഡിസിഷനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പ്രോഫിറ്റ് ഒന്നെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കമ്പനിയുടെ ഫർദർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്താണ് കമ്പനി തന്നെ സെറ്റ് ഓഫ് അവിടെ തന്നെ നമുക്ക് അക്വയർ ചെയ്ത് റീറ്റെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡിസിഷനാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ അത് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് റീറ്റെയിൻ ചെയ്യണോ എന്നുള്ള ഡിസിഷനെയാണെന്ത് ഡിവിഡൻഡ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോങ് ടൈം ആയിട്ടുള്ള ഡിസിഷനാണ് 3 അതിൽ ഫസ്റ്റാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്തുന്നത്. 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ആ കണ്ടെത്തിയ സോഴ്സ് ഏതെല്ലാം പ്രോപ്പർ വേയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് 3rd ഡിവിഡൻഡ് ഡിസിഷൻ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് നമ്മൾ റീറ്റെയിൻ ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഷോർട്ട് ടൈം ഫംഗ്ഷൻ. ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്, നമ്മൾ പറഞ്ഞ പോലെ 3 ഡിസിഷൻ ഓക്കെയാണ്. ഇതൊക്കെ ലോങ് ടേമിലാണ്. അപ്പോൾ ഷോർട്ട് ടേമിലോട്ട് അന്നത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ നമ്മൾ ഡെയിലി ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് പ്രോംപ്റ്റായി നമുക്ക് ക്യാഷ് ഡീലിങ്സ് നടത്തണമെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നതാണ് ഷോർട്ട് ടൈം ഫംഗ്ഷനായിട്ട് വരുന്നത്. എത്ര ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ എത്ര ഫണ്ടിൻ്റെ ആവശ്യകതയുണ്ട് എന്നതിനാണെന്ത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്ക് ചെയ്യാൻ ആ ഫേം ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ട ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് മാനേജ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ബേസിക്കലി 2 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് ഓർ വാല്യൂ മാക്സിമൈസേഷനുമാണ് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെൽത്ത് മാക്സിമൈസേഷനാണ് പ്രോപ്പറായി. ഇപ്പോൾ PSC അങ്ങനെയുള്ള ആൻസറുകളൊക്കെ വരുന്ന വെൽത്ത് മാക്സിമൈസേഷൻ ആയിരിക്കും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആപ്റ്റായ ഒരു ഒബ്ജക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. ബൈ ദ വേ ഇത് ഷെയർ ഹോൾഡർ വ്യൂ പോയിൻ്റ് നോക്കുമ്പോൾ അവർക്ക് എത്രത്തോളം വെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണെന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് നോക്കാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണെന്ന്. ഏൺ ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ആക്ച്വലി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമോ അതിനെയാണെന്ത് അത്രയും മാത്രമേ അവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏൺ ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതിന് അഡ്വാൻറ്റേജ് പറയുന്നത്, അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനും എന്നൊരു ഒബ്ജക്റ്റീവാണ് ഒരു ഫേം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് നോക്കാം. ഒന്ന് ഈസി ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു, കോസ്റ്റ് മൈനസ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസിയാണ്. ഈസി ടു ഡിറ്റർമിൻ ദ ലിങ്ക് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് പ്രോഫിറ്റ്. നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുത്തു അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് ആ ഒരു ലിങ്ക് വേഗം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എത്ര പ്രോഫിറ്റായി കിട്ടി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സച്ച് ആൻ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ്സ് ഫോക്കസ് ഷോർട്ട് ടൈം ഗെയിൻ.
ഇന്ന് നമ്മൾ എത്ര അല്ലെങ്കിൽ ഈ വർഷം എത്ര ഏൺ ചെയ്തു എന്ന് ഷോർട്ട് ടൈം ആയൊരു ഗെയിൻ മാത്രമാണെന്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൊണ്ട് എയിം ചെയ്യുന്നത്. 2, ഇഗ്നോർ ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര റിസ്ക് എടുത്തു, എത്ര അൺസർട്ടനിറ്റീസ് ഫേസ് ചെയ്തു, ഇതൊന്നും നമ്മുടെ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ 2 ഫേം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ഇത്ര രൂപ എന്നും മറ്റൊരു ഫേമിൻ്റെ അങ്ങനെ എമൗണ്ട് പറയുമ്പോൾ ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ 2 ഫേം എടുത്ത ഇയർ എത്ര വർഷം കൊണ്ടാണ് എന്നൊന്നും അവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. അതൊന്നും കൺസിഡർ ചെയ്യാത്ത എന്താണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദ നെക്സ്റ്റ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. ബേസിക്കലി ഫിനാൻഷ്യൽ മാനേജറിൻ്റെ ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡർ ചെയ്യുന്നത്. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്, ഇൻക്രീസിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്നാണ് പറയുക. ദാറ്റ് മീൻസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. മാർക്കറ്റ് ഷെയറിൻ്റെ മാർക്കറ്റിലുണ്ടാകുന്ന വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നത്, ഒന്ന് ഫോക്കസ് ലോങ് ടേം അല്ലേ. ഒരു ഷെയർ ഹോൾഡറുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ ഒറ്റയടിക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലോങ് ടേമിലായിട്ടാണ്. ദെൻ കൺസിഡർ റിസ്ക് ആൻഡ് അൺസർട്ടൈൻ. ലോങ് ടൈം ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ റിസ്ക്കും അൺസർട്ടൈനിറ്റീസും ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. എത്ര വർഷം കൊണ്ടാണ് ആ ഒരു ഏർണിങ്സ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ഏർണിങ്സ്, ഇന്നത്തെ വെൽത്ത് എത്രയാണ്, അല്ലെങ്കിൽ നാളെ എത്ര വെൽത്ത്, അങ്ങനെ എന്താണ് ഇയർ വൈസ് അല്ലെങ്കിൽ ടൈം വാല്യൂയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് നമുക്കൊരു ഷെയറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വെൽത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് കൺസിഡർ ദ ഷെയർ ഹോൾഡർ റിട്ടേൺ. ഷെയർ ഹോൾഡർ ഇന്നൊരു ഷെയർ വാങ്ങാൻ മുടക്കി എത്രയാണോ അതിൻ്റെ റിട്ടേണും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് നോ റിലേഷൻ ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് ഷെയർ പ്രൈസ്. അതായത് നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻ എത്ര ഫണ്ട് പ്രൊക്യൂർ ചെയ്ത് എത്ര ഫണ്ട് യൂട്ടിലൈസ് ചെയ്തു എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് അതും നമ്മുടെ ഷെയറിൻ്റെ പ്രൈസും അങ്ങനെ ഒരു കണക്ഷൻ, ഒരു എക്സാക്റ്റ് ലിങ്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് കാരണം മാർക്കറ്റിലെ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഒരുപാട് ഘടകങ്ങളാണ്, അല്ലാതെ നമ്മൾ എടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻ മാത്രമല്ല. സോ ഇറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ്. ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന. ഫർദർ ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.